മറ്റൊരു തരത്തിലുള്ള സാമ്പിളിംഗ് ആണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. ഇത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ചിട്ടയായ സാമ്പിളിംഗ് തന്നെയാണ്. അപ്പോൾ സാമ്പിളിംഗ് പ്രക്രിയ ലളിതമാക്കുന്നതിന് വേണ്ടിയാണ് ഈ രീതി പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൽ പോപ്പുലേഷൻ പരിമിതമോ കൃത്യമോ ആണ്. ക്രമരഹിതമായി നിർണ്ണയിച്ച പോയിന്റിൽ ആരംഭിച്ച് നിലവിലുള്ള ഒരു ലിസ്റ്റിൽ ഓരോ 9ാമത്തെ ഘടകവും ചിത്രീകരിച്ചുകൊണ്ട് ആണിത് കണക്കാക്കുന്നത്. സിസ്റ്റമാറ്റിക് സാമ്പിളിങ്ങിൽ 1ാമത്തെ ഘടകം മാത്രം ക്രമരഹിതമായി തിരഞ്ഞെടുക്കപ്പെടുന്നു. മറ്റുള്ളവ നിശ്ചിത ഇടവേള അഥവാ ഇൻ്റർവെലുകളിലായി തിരഞ്ഞെടുക്കപ്പെടുന്നു. ഇത് വളരെ ലളിതമാണ്. അതോടൊപ്പം തന്നെ ചിലവും കുറവാണ്. സാമ്പിൾ പോപ്പുലേഷൻ്റെ ശരിയായ പ്രതിനിധിയാണെന്ന് ഉറപ്പുവരുത്തുന്നതും സിസ്റ്റമാറ്റിക് സാമ്പിളിങ് വളരെയധികം സഹായിക്കുന്നു എന്ന് കാണാനായിട്ട് പറ്റും. എന്നാൽ ഇതിന് ചില ദോഷങ്ങളുണ്ട്. അത് പ്രധാനമായിട്ടും പോപ്പുലേഷനിൽ മറിഞ്ഞിരിക്കുന്ന ചില ഘടകങ്ങളുണ്ടെങ്കിൽ സിസ്റ്റമാറ്റിക് സാമ്പിളിങ് ഫലപ്രദമാകില്ല. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ 20ാമത്തെ ഇനവും വല്ല തകരാറിലാണെങ്കിൽ ബാക്കിയുള്ളതിനെല്ലാം ഈ തകരാറ് ഉണ്ടാവുകയും ഫലത്തിൻ്റെ സാമാന്യവൽക്കരണം ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും എന്ന് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മറ്റൊരു സാമ്പിളിംഗ് ആണ് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ചില സാഹചര്യങ്ങളിൽ സാമ്പിൾ ചെയ്യേണ്ട ജനസംഖ്യ ഏകതാനമാകില്ല. അപ്പോൾ ചുരുക്കത്തിൽ നിരവധി ഉപപോപ്പുലേഷൻ അടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് സംവിധാനമാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വരുമാനത്തെ അടിസ്ഥാനമാക്കി ജോലിക്കാരായ സ്ത്രീകളെ ഉയർന്നത്, ശരാശരി, താഴ്ന്നത് എന്നിങ്ങനെ തരംതിരിക്കുന്നു എന്ന് കരുതുക. അപ്പോൾ ക്രമരഹിതമായ ഓരോ തലത്തിൽ നിന്നും ഒരു സാമ്പിൾ വീതം എടുത്ത് സംയോജിപ്പിച്ചാൽ മൊത്തമുള്ളതിൻ്റെ ഒരൊറ്റ സാമ്പിൾ രൂപപ്പെടുത്തുന്നു. അപ്പോൾ മുങ്ങിപ്പോയ സാമ്പിളും മുഴുവൻ പോപ്പുലേഷനും സമാനമായിരിക്കും. ഇത് വ്യത്യസ്ത വിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ജനസംഖ്യയെ അതിൻ്റെ സബ് പോപ്പുലേഷനിൽ തരംതിരിക്കുന്നതിനും എല്ലാ തലങ്ങളും സാമ്പിളിൽ പ്രതിനിധീകരിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനും സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് വളരെയധികം സഹായിക്കുന്നു. ഇനി നമുക്കറിയേണ്ടത് ഈ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിങ്ങിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ ഗ്രൂപ്പുകളെയും പ്രതിനിധീകരിക്കുന്നു എന്നുള്ളതാണ് ഈ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിങ്ങിൻ്റെ പ്രത്യേകത. ഓരോ തലത്തിലും യൂണിറ്റുകൾ കേന്ദ്രീകരിക്കുകയും പ്രാദേശികവൽക്കരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതും അതിൻ്റെ ചില ഗുണങ്ങളാണ്. എന്നാൽ അതിന് ചില പരിമിതികളുമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഉചിതമല്ലാത്ത സ്ട്രാറ്റിഫിക്കേഷനിലൂടെ സാമ്പിൾ പക്ഷപാതം ഉണ്ടാകും എന്നുള്ളതാണ്. പിന്നെ ഈ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിങ്ങിന് 3 രൂപങ്ങളാണുള്ളത്. ഒന്ന് ഈക്വൽ, പ്രൊപ്പോർഷണൽ, ഓപ്റ്റിമം എന്നിങ്ങനെ 3 തരത്തിലാണ് ഉള്ളതെന്ന് പറയും. സ്ട്രാറ്റയുടെ വലിപ്പം കണക്കിലെടുക്കാതെ ഓരോ ശ്രേണിയിൽ നിന്നും തുല്യമായ കേസുകൾ എടുക്കുന്നു എന്ന് വരികയാണെങ്കിൽ ആനുപാതികവും പരമാവധിയും എടുക്കുന്ന രീതികളാണ് ഈ സമാനം അഥവാ ഈക്വൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ രീതിക്ക് അതിന് ചില പരിമിതികൾ ഉണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നൊന്നാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ സാമ്പിളിനായുള്ള പോപ്പുലേഷനിൽ നിന്ന് വ്യക്തിഗത അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് അപ്രായോഗികമാണ്. അപ്പോൾ സാമ്പിളിനായി അംഗങ്ങളുടെ ഗ്രൂപ്പ് ക്ലസ്റ്ററുകൾ തിരഞ്ഞെടുക്കാം. അങ്ങനെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അതിൽ ക്ലസ്റ്റർ എന്ന് വിളിക്കുന്ന സെലക്ഷൻ യൂണിറ്റിൽ 2ഓ അതിലധികമോ അംഗങ്ങൾ അടങ്ങിയിരിക്കുന്നു. പോപ്പുലേഷനിലെ ഓരോ അംഗവും ഒരു ക്ലസ്റ്ററിൽ മാത്രമേ ഉൾക്കൊള്ളുകയുള്ളൂ. റാൻഡം സാമ്പിളിങ്ങിൽ തിരഞ്ഞെടുക്കൽ വ്യക്തിഗത അംഗങ്ങളെയാണെങ്കിൽ ക്ലസ്റ്റർ സാമ്പിളിങ്ങിൽ വ്യക്തിഗത അംഗങ്ങൾക്കൊപ്പമുള്ള ക്ലസ്റ്ററുകളിലാണ് ഈ തിരഞ്ഞെടുക്കൽ സംഭവിക്കുന്നത്. വലിയ പോപ്പുലേഷനുകളിൽ നിന്നും ക്രമരഹിതമായി ക്ലസ്റ്ററുകൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ആ ക്ലസ്റ്ററിലെ എല്ലാ പോപ്പുലേഷൻ അംഗങ്ങളെയും സാമ്പിളിൽ ഉൾപ്പെടുത്തിയതായി വരുന്നു. അപ്പോൾ ക്ലസ്റ്റർ സാമ്പിളിങ്ങിൽ എല്ലാ ക്ലസ്റ്ററിലും ഒരേ എണ്ണം പോപ്പുലേഷൻ അംഗങ്ങൾ ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പോൾ സാമ്പിളുകൾ തിരഞ്ഞെടുക്കുന്നതുവരെ കൃത്യമായ സാമ്പിൾ വലിപ്പം അറിയാൻ കഴിയില്ല. ക്ലസ്റ്ററുകൾക്ക് ഒരേ വലിപ്പത്തിലുള്ളതല്ലാത്ത മാത്രമല്ല ക്ലസ്റ്ററുകൾക്ക് ഒരേ വലിപ്പമല്ലാത്തതിനാലാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത്. ഇത് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒന്നാണ്. കാരണം ഇത് ക്രമരഹിതമായി സാമ്പിളുകളെ ഗുണങ്ങളെ സംയോജിപ്പിക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ക്ലസ്റ്റർ സാമ്പിളിങ്ങിന് വലിയ സാമ്പിൾ പിശകുകൾ സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഉപഗ്രൂപ്പുകളുടെ അസമമായ വലിപ്പം സാമ്പിൾ പക്ഷപാതം സൃഷ്ടിക്കുന്നതിന് കാരണമാകാറുണ്ട് എന്ന് പറയും. അപ്പം അത്തരത്തിൽ ചില പരിമിതികൾ ഉണ്ടെങ്കിലും ക്ലസ്റ്റർ സാമ്പിളിംഗ് മെത്തേഡും വിവരശേഖരണത്തിനായിട്ട് ഉപയോഗിച്ചു വരുന്നു. ഇനി നമുക്കറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സാമ്പിളിംഗ് ആണ് ആകസ്മിക സാമ്പിൾ അഥവാ ഇൻസിഡൻ്റൽ സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച 2 രീതിയും ഉപയോഗിക്കാതെ തന്നെ അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത ഗവേഷകൻ്റെ
വിവരശേഖരണത്തിന് വേണ്ടി ഉപയോഗിച്ച് വരുന്ന ഒരു മെത്തേഡാണ് ഈ ഇൻസിഡൻ്റൽ സാമ്പിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുസ്തകം എഴുതുന്നതിനായിട്ട് കണ്ടുമുട്ടുന്ന ആളുകളുടെ അഭിപ്രായം ആരായുന്നത് ആക്സിഡൻ്റൽ സാമ്പിളിങ്ങിന് ഉദാഹരണമാണ്. അപ്പോൾ പഠനത്തിൻ്റെ അവസ്ഥ അറിയാൻ എഡ്യൂക്കേഷണൽ ഓഫീസർ ഏതെങ്കിലും കുട്ടികളോട് ഉത്തരം ആരായാൻ പറയുന്നത് അല്ലെങ്കിൽ ഉത്തരം ചോദിക്കുന്നത് മൊത്തം ക്ലാസ്സിൻ്റെ നിലവാരം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ സിനിമയെക്കുറിച്ച് അറിയുന്നതിന് ഹാളിൽ നിന്ന് ഇറങ്ങുന്ന ആരോടെങ്കിലും പടം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നത് ആക്സിഡൻ്റൽ സാമ്പിളിങ്ങിന് ഉദാഹരണമായിട്ട് നമുക്കെടുക്കാം. ചുരുക്കത്തിൽ രൂപകൽപ്പനയുടെയും സാമ്പിളിൻ്റെയും പൊതുതത്വങ്ങൾ ചർച്ച ചെയ്തു. ഗവേഷണ ചോദ്യങ്ങൾ നൽകുന്നതിനൊപ്പം വേരിയൻസ് നിയന്ത്രിക്കുക എന്നതാണ് ഗവേഷണത്തിൽ സംഭവിക്കേണ്ടത്. ഇപ്പോൾ വേരിയൻസ് നിയന്ത്രിക്കുക എന്നതിനർത്ഥം അതിൻ്റെ കാരണം എന്താണെന്ന് വിശദീകരിക്കുക എന്നതാണ്. അപ്പോൾ ഗവേഷണ ഫലങ്ങൾ ആത്മവിശ്വാസത്തോടെ വ്യാഖ്യാനിക്കാനായിട്ട് കഴിയുകയും വേണം. അപ്പോൾ ക്രമരഹിതമായ സാമ്പിളിംഗ് ഇനങ്ങളെ തിരഞ്ഞെടുക്കൽ, സ്വതന്ത്രമായ വേരിയബിളുമായി രൂപകൽപ്പന ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഈ ആകസ്മികമായ സാമ്പിളിംഗ് സംവിധാനങ്ങളും പൊതുവെ ഉപയോഗിച്ച് വരുന്നു എന്ന് കാണാനായിട്ട് പറ്റും. അപ്പോൾ ക്രമരഹിതമായി ഇനങ്ങളെ തിരഞ്ഞെടുക്കൽ, സ്വതന്ത്രമായ വേരിയബിളുമായി രൂപകൽപ്പനയിലേക്കുള്ള ഘടകങ്ങളുടെ ഘടകങ്ങളോ സ്ഥിരമായി നിലനിർത്തുക എന്നത് നിർദ്ദിഷ്ട ഗവേഷണ ഡിസൈനിൽ ഉൾഗ്രഥിച്ച് ഉപയോഗിക്കാവുന്ന സ്ഥിതിവിവര കണക്കുകൾ വിശദീകരിക്കുന്നു. ഒരു നല്ല റിസർച്ച് ഡിസൈനിൻ്റെ സഹായത്തോടു കൂടി നമ്മളെ ഗവേഷണ വിഷയങ്ങൾക്ക് ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ആവശ്യമായ രൂപത്തിലുള്ള സാമ്പിളുകൾ രൂപകൽപ്പന ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഈ റിസർച്ച് ഡിസൈൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ആശയക്കുഴപ്പങ്ങളിൽ നിന്നും നമ്മളെ മുക്തമാക്കാനായിട്ട് വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെ ഗവേഷണ രൂപകൽപ്പന ഗവേഷണ രീതിക്ക് അനുസൃതമായി ചെയ്യാനായിട്ട് സഹായിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ സാമാന്യവൽക്കരണത്തിന് അത് നമ്മളെ വളരെയധികം സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള വിവിധ രൂപത്തിലുള്ള സാമ്പിളുകളുടെ സഹായത്തോടുകയും അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ഡാറ്റ കളക്ഷൻ മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് സാമൂഹ്യശാസ്ത്ര ഗവേഷണത്തിൽ വിവരശേഖരണം നടത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതോടുകൂടി നമ്മുടെ 3ാമത്തെ മൊഡ്യൂൾ പൂർത്തിയാവുകയാണെന്ന് പറയാം.